ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി വരുന്ന മാത്സ് എക്സാം ആണ്. അപ്പം ഇനി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എക്സാം സത്യം പറഞ്ഞാലൊരു മൂഡില്ല. 2 എക്സാമും ടഫാക്കിയ ശേഷം മാത്സ് പഠിക്കാൻ ശരിക്കും പറഞ്ഞാൽ മൂഡില്ല. അതാണ് സംഭവം. തീരെ ഞാൻ ഇതുവരെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇനി ഇന്ന് തുടങ്ങണം എന്നാണെന്നില്ല പ്ലാനായില്ല, അവസ്ഥയായിട്ടായില്ല. ഇനി ഇതും കൂടി നമുക്ക് ഹോപ്പ് കൊടുക്കാൻ കഴിയില്ല, ഈസി ആവും. മിക്കവാറും ടഫാനതിൻ്റെ ചാൻസ് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം ഈസിയാണ്. പക്ഷെ ഒരു ഹോപ്പ് കൊടുക്കാണ്ടിരിക്കുന്നത് നല്ലത്. ഞാൻ വിചാരിച്ചത് ഫിസിക്സ് ടഫാക്കിയ അവസ്ഥക്ക് ഒരു വർഷം ഒരു സബ്ജക്റ്റിൽ നല്ല ടഫാക്കലില്ല. പക്ഷേ ഇപ്രാവശ്യം 2 സബ്ജക്റ്റ് ടഫാക്കിയ അവസ്ഥക്ക് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് തന്നെ ആയിരിക്കും മാത്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഇനി 14 പാഠമില്ല പഠിക്കാൻ. 14 പാഠത്തു നിന്ന് കുറച്ചും കൂടി ഇതില്ല പ്രശ്നമില്ല പാഠം. വലിയ വലിയ ചാപ്റ്റേഴ്സിൽ ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷന് അതല്ലേ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കുന്നതായിട്ട് ഉണ്ടാവും. പക്ഷേ നമുക്കിനിപ്പം ഏത് ചാപ്റ്ററിനും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്നും നാളെയും, ഇന്ന് 13, ഇന്ന് രാത്രിയും നാളെ മൊത്തം ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് മൊത്തം തീർക്കാനാണ് എൻ്റെ പ്ലാന്. പിന്നെ 14 ഉണ്ട്, 15 ഉണ്ട്, 16 ഉണ്ട്. ഈ 3 ദിവസം വലിയ വലിയ ചാപ്റ്റേഴ്സിലെ ഇൻ്റഗ്രൽസ്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പാഠംസ് അതെല്ലാം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നാണ് ആഗ്രഹം. ശരിക്കും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്താലേ മാത്സിൽ കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മൾ വെറുതെ ഇക്വേഷൻ പഠിച്ച് പോയാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടാൽ ഇക്വേഷൻ കിട്ടിയിട്ട് കാര്യമില്ല. അതിലെന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് വയ്യ തിരിയില്ല. അതെനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇക്വേഷൻ പഠിച്ച് പോയിട്ട് ഇല്ല കാര്യമില്ല, എങ്ങനെ ചെയ്യണം മെത്തേഡും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെ ആയിരിക്കില്ല വേറെ ക്വസ്റ്റ്യൻസ്, അതും പ്രശ്നമാണ്. പക്ഷേ ഇനിയിപ്പം നമുക്കിപ്പോൾ NCERT നോക്കല്ല, ഞാൻ ടീച്ചർ സ്കൂളിൽ തന്നെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഓവർ പഠിക്കാൻ നിൽക്കുന്നൊന്നുമില്ല. ആവശ്യത്തിന് മാക്സിമം കവർ ചെയ്യുക, അത്ര തന്നെ. എല്ലാ പാടും കവർ ചെയ്യും. കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ പ്ലാൻ ഉള്ളത്. പിന്നെ എല്ലാവരും വൃത്തിക്ക് പഠിക്കുന്നു പ്രതീക്ഷിക്കുന്നു. കാരണം എന്തായിട്ടും ടഫാ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് പിന്നെ പേടിക്കണ്ട. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ അതിനുള്ള മാത്സിൽ പോയിട്ടുണ്ടാവും. കാരണം മാത്സ് ടഫ് ഉണ്ടായ അവസ്ഥക്ക് എത്രയോ ആൾക്കാർക്ക് A+ വാങ്ങേണ്ടവരെല്ലാം ഉണ്ട് ഇപ്രാവശ്യം. ഞാൻ ഓൾസോ A+ അങ്ങനെ ആഗ്രഹിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ മാർക്ക് കുറച്ച് കുറഞ്ഞു. അപ്പോൾ ഞാനിപ്രാവശ്യം മാത്സ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. അടുത്ത ആ ക്വസ്റ്റ്യൻ എങ്ങനെ അറിയില്ല. A+ പ്രതീക്ഷിച്ചവരെല്ലാം അവസ്ഥ കഷ്ടകാലമാണ്. ഞാനെല്ലാം ഇപ്പം എന്താക്കലും അറിയില്ല. ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ ഫിസിക്സിൽ, കെമിസ്ട്രിയിൽ അതിലെല്ലാം കയറുന്നുണ്ട്. അങ്ങനത്തെ അവസ്ഥയിലായില്ലേ. അപ്പം ഞാൻ ഇന്ന് മുതൽ പഠിക്കാനാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയും ദിവസം ഒരു ഇൻട്രസ്റ്റ് ഇല്ല സത്യം പറഞ്ഞാൽ. പക്ഷെ പഠിച്ചാലല്ലേ പറ്റൂ. A+ വാങ്ങാൻ ആഗ്രഹിച്ചവർക്ക് പിന്നെ പഠിക്കാണ്ട് നടക്കൂല. അപ്പം ഇന്ന് മുതൽ പഠിക്കാനാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നമുക്ക് മാത്സ് എക്സാം ആയിട്ടുള്ള റിവ്യൂ നോക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.